നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗൂഗിൾ തരുന്ന ഈ 4 മാർക്കറ്റിംഗ് ടൂൾസ് നിങ്ങൾ അറിയാതെ പോകരുത്. അറിയാതെ പോയാൽ തീർച്ചയായിട്ടും ഒരു വലിയ നഷ്ടമാണ്. ഒന്നാമത്തേത് ഗൂഗിൾ സെർച്ച് കൺസോളാണ്. ഒന്ന് നമ്മുടെ ഇൻഡെക്സിങ് ഇഷ്യൂസ് ഫിക്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കീവേഡ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റും. 3 SEO വിസിബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. രണ്ടെന്ന് പറയുന്നത് ഗൂഗിൾ അനലറ്റിക്സ് ആണ്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന വിസിറ്റേഴ്സിൻ്റെ ബിഹേവിയർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് സെർച്ച് വരുന്നത്. നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ ഗൂഗിൾ അനാലിറ്റിക്സ് മിക്ക വെബ്സൈറ്റിലും ഉണ്ടാവാറില്ല. നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു ടൂളാണ് ഗൂഗിൾ അനാലിറ്റിക്സ് ടൂള്. നെക്സ്റ്റ് ഈസ് ഗൂഗിൾ ടാഗ് മാനേജർ. നമ്മുടെ വെബ്സൈറ്റിൽ കോഡൊന്നും എഡിറ്റ് ചെയ്യാതെ തന്നെ മാർക്കറ്റിംഗ് ടാഗുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിളിൻ്റെ ടാഗ് മാനേജർ യൂസ് ചെയ്യാം. ലൈക്ക് പിക്സൽസ്, കോഡ്സ്, അതുപോലെയുള്ള സംഭവങ്ങൾ ഇടാൻ ഗൂഗിൾ ടാഗ് മാനേജർ ഉപയോഗിക്കാം. അടുത്ത ടൂൾ എന്ന് പറയുന്നതാണ് ഗൂഗിളിൻ്റെ തന്നെ മർച്ചൻറ്റ് സെൻറ്റർ. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ ഒരു വാച്ച് വേണം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വാച്ച് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ഈ പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് അല്ലേ, ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ഗൂഗിളിൻ്റെ മർച്ചൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. 90% നമ്മുടെ ആൾക്കാരും ഈ പറഞ്ഞ ടൂളുകളൊന്നും, ഈ ഫ്രീ ടൂൾസ് ഒന്നും ഉപയോഗിക്കാറില്ല നമ്മുടെ വെബ്സൈറ്റുകളിൽ. നമ്മുടെ അടുത്ത് വരുന്ന സൈറ്റ് റീഡിസൈൻ ചെയ്യാൻ വരുന്ന വെബ്സൈറ്റ് ആയാലും മാർക്കറ്റിങ്ങിന് വരുന്ന വെബ്സൈറ്റ് ആയാൽ പോലും വെബ് ഡിസൈനിങ് ഏജൻസീസ് 90% വെബ് ഡിസൈനിങ് ഏജൻസീസും ഈ ബേസിക് SEO ടൂൾസ് പോലും വെബ്സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാതെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റുള്ള ഒരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബിസിനസ് സുഹൃത്തിന് ഇത് അയച്ചു കൊടുക്കുക. താങ്ക് യു.